JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടിൽ സർക്കാരിന്റെ ആത്മാർത്ഥതയിൽ സംശയമെന്ന് സിറോ മലബാർ സഭ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് സർക്കാരിന്റെ നീക്കം. റിപ്പോർട്ട് സമർപ്പിച്ച് 3 വർഷം കഴിഞ്ഞിട്ടാണ് തീരുമാനമെടുത്തതെന്നും സിറോ മലബാർ സഭ വ്യക്തമാക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി സിജോ വർഗീസ്. സിജോ, സഭ ഔദ്യോഗികമായി പ്രതികരിക്കുന്നു ഇതിനോട്? നിഷാദ്, കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പിന്നീട് കടക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സഭാ വക്താവ് നമ്മളോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വാർത്തയിൽ നൽകിയിരിക്കുന്നത്. അതായത് ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ ഇപ്പോൾ മന്ത്രിസഭ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം, ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ ആത്മാർത്ഥതയിൽ സംശയമുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഈ ചടുലമായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് സഭ കടന്നിരിക്കുന്നത് എന്നാണ് സഭാ വക്താവ് വ്യക്തമാക്കിയിരിക്കുന്നത്. അത് അത്തരത്തിൽ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളിലേക്ക് കടക്കാൻ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത കാലഘട്ടത്തിൽ അത് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. മാത്രവുമല്ല, റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പുറത്തുവിട്ടാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ആശ്വാസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും ആശങ്ക പൂർണ്ണമായും മാറിയിട്ടില്ല. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു നീക്കം എന്ന് തന്നെ കരുതാനാണ് ഇപ്പോൾ ഇഷ്ടം എന്ന് തന്നെയാണ് സഭാ വക്താവ് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണമായി പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകും, തുടർ നടപടികൾ ഉണ്ടാകും. അത് ഈ റിപ്പോർട്ട് പുറത്തുവിട്ട് അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തിയ ശേഷമായിരിക്കുമെന്ന് സഭ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ സാമ്പത്തിക വിദ്യാഭ്യാസ പിന്നോക്ക അവസ്ഥ അത് പരിഹരിക്കുന്നതിനും ഒപ്പം തന്നെ മറ്റു പ്രശ്നങ്ങളെല്ലാം ഇടപെടുന്നതിനും വേണ്ടിയിട്ടാണ് ഈ JB കോശി കമ്മീഷനെ നിയോഗിച്ചത്. കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച് 3 വർഷക്കാലം കഴിഞ്ഞിട്ടും അതിനുശേഷമാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച് 3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ സർക്കാരിന് കഴിഞ്ഞത്. അതത്ര വൈകിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഇത് എടുത്തു പറയുന്നത്. സഭ ഇക്കാര്യത്തിൽ കാണുന്ന കാര്യം, JB കോശി കമ്മീഷൻ റിപ്പോർട്ട് 2020 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, 23 റിപ്പോർട്ട് കൊടുക്കുന്നു, 3 വർഷമായിട്ടും ആ റിപ്പോർട്ട് കയ്യിൽ തന്നെ വെച്ചിരിക്കുന്നു. ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പബ്ലിഷ് ചെയ്യുന്നുള്ളതല്ലാതെ അതിന്മേൽ ഇനി ഒരു നടപടിയെടുക്കാനൊന്നും ഈ സർക്കാരിനെ കൊണ്ട് സമയമില്ല എന്നതാണോ അവർ കാണുന്ന കാര്യം? അതുകൊണ്ട് ഇത് വർക്ക് ചെയ്യാൻ പോകുന്ന കാര്യമല്ല, ഇതൊരു ഷോ ആണ്. എന്താ വെച്ചാൽ ഇത് പുറത്തുവിടാം, ഞങ്ങൾ ഇതിന്മേലുണ്ട്, ഞങ്ങൾ വർക്ക് ചെയ്യാണ് എന്നൊക്കെയുള്ള ഒരു പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതല്ലാതെ ഇതിന്മേൽ എന്തെങ്കിലും കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കാൻ സർക്കാരിന് കഴിയാത്ത സന്ദർഭമാണിത്. അതുകൊണ്ട് തന്നെ ഇതിനെ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയില്ല എന്നാണോ അവരുടെ പോയിന്റ്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് നിഷാദ്. കാരണം ഈ 3 വർഷക്കാലം ഈ റിപ്പോർട്ട് സമർപ്പിച്ചും 3 വർഷക്കാലം കഴിഞ്ഞു ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ. ആ തീരുമാനമെടുത്ത സമയത്തിനാണ് ഒരു പ്രത്യേകത. ആ സമയം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സഭ പറയുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആണ്, അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തുവിടാനുള്ള ചടുല നീക്കം എടുക്കുന്നു. ഇത്തരത്തിൽ 32 പുതിയ ശുപാർശകൾക്ക് കൂടി മന്ത്രിസഭ അംഗീകാരം നൽകുന്നു. 500-ലധികം ശുപാർശകൾ ഉണ്ട്. അതിൽ 200-ലധികം ശുപാർശകൾ നേരത്തെ തന്നെ അംഗീകാരം നൽകിയെന്ന് പറയുന്നു. ഇപ്പോൾ 32 ശുപാർശകൾക്ക് കൂടി അംഗീകാരം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഈ പറയുമ്പോഴും ഇത് ഏതൊക്കെ രീതിയിലാണ്, എപ്പോൾ നടത്തും, എങ്ങനെ നടത്താൻ സാധിക്കും, സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു തീരുമാനമെടുക്കാൻ ഇനി സർക്കാരിന് കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും സഭ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടമൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല. ഈ സർക്കാരിന് തുടർഭരണം ഉണ്ടാകുമോ, വരുന്ന സർക്കാരിന് ഏത് തരത്തിലായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ആശങ്കയായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇത്തരം ഒരു തീരുമാനമെടുക്കാൻ കാണിച്ച ഒരു മനസ്സ് അതിനെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ ഒരു പ്രതീക്ഷ ഇപ്പോഴും നിലവിൽ സഭയ്ക്ക് ഇല്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഈ റിപ്പോർട്ട് നടപ്പാക്കണം, അല്ലെങ്കിൽ ഇത് പുറത്തുവിടണമെന്ന് കാലങ്ങളായി സഭ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഓരോ ഘട്ടങ്ങളിലും ഈ റിപ്പോർട്ട് സമർപ്പണത്തിന് പിന്നാലെ പലതവണ സഭാ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചതാണ്. സർക്കാർ ജനപ്രതിനിധികൾക്ക് മുമ്പിലെല്ലാം തന്നെ ഇത്തരം കാര്യങ്ങളുമായി നിർദ്ദേശം മുമ്പോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത്തരം സമയങ്ങളിൽ ഒന്നും തന്നെ ഇത് നടപ്പാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ശുപാർശകൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ടെന്ന് പറയുന്നതല്ലാതെ പുറത്തുവിടാമായിരുന്നു, ഇത് നേരത്തെ തന്നെ ചെയ്യാമായിരുന്നു എന്നുള്ള ഒരു കാര്യം സഭ പറയുന്നുണ്ട്. അതായത് ഈ സമയത്ത് ഈ സർക്കാർ ഈ കാര്യം ഒരു തീരുമാനമായി മുമ്പോട്ട് വയ്ക്കുകയും ഈ ശുപാർശകൾ അംഗീകരിച്ചു എന്ന് പറയുകയും റിപ്പോർട്ട് പുറത്തു വിടും എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ പറയുന്ന സമയത്തിനാണ് പ്രാധാന്യം. അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് എന്നുള്ളൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഒരു ആത്മാർത്ഥതയെ സംശയമുണ്ട് എന്ന് സഭ ഈ ഘട്ടത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകും. അത് ഈ റിപ്പോർട്ട് പുറത്തു വന്ന് അതുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തിയ ശേഷമായിരിക്കും എന്ന് പറയുന്നുണ്ട്. പറഞ്ഞു കേൾക്കുന്ന ചില കാര്യങ്ങൾ അത് മലയോര മേഖലയിലും തീരദേശ മേഖലയിലുമുള്ള ചില ഗുണകരമായിട്ടുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ PSC പരീക്ഷയ്ക്ക് ഉൾപ്പെടെ പരിശീലനം നൽകുന്ന പഠന കേന്ദ്രങ്ങളൊക്കെ ആരംഭിക്കും. സ്കോളർഷിപ്പുകൾ, ഈ ഗ്രാൻഡ് അടക്കമുള്ള സ്കോളർഷിപ്പുകൾ അതൊക്കെ പുനഃസ്ഥാപിക്കും എന്ന് പറഞ്ഞു കേൾക്കുന്നതല്ലാതെ ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. വ്യക്തത വരേണ്ടതുണ്ട്. അതിൻ്റെ സാങ്കേതിക നടപടിക്രമങ്ങൾ
അത് എത്രമാത്രം അപ്പോൾ സിറോ മലബാർ സഭ ഈ കാര്യത്തിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തീരുമാനം, ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ തീരുമാനം, അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട് എന്ന അവരുടെ വിമർശനവും കൂടി അവരെ മുന്നോട്ട് വയ്ക്കുകയാണ്.